സാർ, ഒരു കാലത്ത് നൂറുകണക്കിന് പ്രാദേശിക നേതാക്കളുണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലുടനീളം ഓരോ സംസ്ഥാനത്തും പ്രാദേശിക നേതാക്കളുണ്ട്. പിന്നീട് ആ നേതാക്കളെയെല്ലാം പാർട്ടി ചവിട്ടിപ്പുറത്താക്കുന്ന ഒരവസ്ഥയുണ്ട്. പിന്നീട് അവരെ ഒതുക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെയാണ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്പോൾ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ തകർച്ച BJP മുതലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, ഇങ്ങനെ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ ഇവർ പഴിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തെയാണ്. വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് കൊണ്ടാണ് തങ്ങൾ പരാജയപ്പെട്ടതെന്നാണ് ഇവർ എല്ലാ കാലത്തും പറയുന്നത്. അല്ലാതെ സ്വന്തം സംഘടനയുടെ ശേഷി തകരുന്ന ഒരു സാഹചര്യം അവർ തുറന്നു പറയുന്നില്ല. മികച്ച നേതാക്കളില്ലാത്ത കാര്യം തുറന്നു പറയുന്നില്ല. ഉദാഹരണം, ഈ തമിഴ്നാട് തന്നെ നമുക്ക് എടുക്കാം. ഈ കാമരാജ് ഉൾപ്പെടെയുള്ള മികച്ച നേതാക്കൾ ഉണ്ടായിരുന്ന ആ തമിഴ്നാട്ടിലെ പ്രസ്ഥാനം ഇന്ന് DMKയുടെ വാലായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പരാജയവും അതാണ്. ജമ്മു കാശ്മീരിലും പണ്ട് വലിയ പ്രസ്ഥാനമായിരുന്നു കോൺഗ്രസ്. പിന്നീട് അവിടെ പ്രാദേശിക കക്ഷികൾ ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ സഖ്യമാണ് വിജയിച്ചത്. ഇപ്പോൾ ആ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പരാജയപ്പെടുമ്പോൾ വോട്ടിംഗ് യന്ത്രത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങളാണ് വലിയ വിജയം സ്വന്തമാക്കിയത്. കോൺഗ്രസിന്റെ പ്രചരണം പോലും മോശമായിരുന്നതായാണ് ഇദ്ദേഹം പറയുന്നത്. ഇത് കൃത്യമായ ഒരു വിലയിരുത്തലല്ലേ? 1982 വടക്കം പറവൂർ, കേരളത്തിലെ വടക്കം പറവൂരിലാണ് ആദ്യമായിട്ട് രാജ്യത്ത് EVM പരീക്ഷിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുന്നത് കേരളത്തിലാണ്. 56 ബൂത്തിലാണത്. ഉപതെരഞ്ഞെടുപ്പിനാണ് 56 ബൂത്തിലാണത് അന്ന് പരീക്ഷിച്ചത്. പക്ഷേ അത് സുപ്രീം കോടതിയിൽ കേസായി. അത് ക്യാൻസൽ ചെയ്തു. കാരണം അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വരുന്ന സമയമാണ് 82. ആളുകൾക്ക് അതിനകത്ത് അതെന്തോ കൃത്രിമമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്തു. സുപ്രീം കോടതി ക്യാൻസൽ ചെയ്തു. പിന്നെ ബാലറ്റിൽ എന്ത് നടന്നു? പേപ്പർ ബാലറ്റിൽ അവിടെ ഇലക്ഷൻ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതങ്ങ് തണുത്ത് കിടന്നതാണ് 82. പക്ഷേ 2001 ആകുമ്പോഴാണ് വീണ്ടും ഇത് ഉയർന്നു വരുന്നത് രാജ്യത്ത്. 2001 രാജ്യത്ത് വ്യാപകമായി. ഇപ്പോൾ ഒരു 10-23 വർഷമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വഴിയാണ് ചെയ്യുന്നത്. 2-3 സൗകര്യമുണ്ട്. ആളുകൾക്ക് വോട്ട് ചെയ്യാൻ എളുപ്പമാണ്. ബാലറ്റ് പേപ്പറിനേക്കാൾ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത് പിന്നെ കൗണ്ടിങ് വളരെ പെട്ടെന്ന് തന്നെ കഴിയും. മറ്റത് പാതിരാത്രിയൊക്കെ റിസൾട്ടൊക്കെ അറിയുമ്പോൾ പാതിരാത്രിയൊക്കെ ആവും പല റിസൾട്ടുകളും വരുമ്പോൾ. ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത്തരം കുറേ മെച്ചം ഈ മെഷീനുണ്ട്. അപ്പോൾ പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, കാമരാജ് മാത്രമല്ല, തമിഴ്നാട്ടിലെടുത്താൽ കാമരാജ്, ഇവിടെ എടുത്താൽ കരുണാകരൻ, ആന്റണി ഇപ്പോൾ കരുണാകരൻ വലിയ നേതാവായിരുന്നത്. പഴയ വലിയ വലിയ നേതാക്കളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മഹാരാഷ്ട്ര ശരത് പവാർ, പ്രണബ് മുഖർജി, ബംഗാൾ എടുത്താൽ അപ്പോൾ വളരെ വലിയ ഒരു നേതാക്കളുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ്. ചെറിയ നേതാക്കളല്ല, എല്ലാം ബിഗ് ഷോട്ടുകളായിരുന്നു. അതിൽ നിന്ന് മാറി ഈ പറഞ്ഞ പല പല പ്രശ്നങ്ങളായിപ്പോയി. നമ്മളെ വിഷയം EVM ആണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തോറ്റു പോകുമ്പോൾ, ഇപ്പോൾ പിന്നെ മൂന്നാമത് മോഡി ഗവൺമെൻറ് വന്നപ്പോൾ അവർക്ക് BJPക്ക് ഒരു സിംഗിൾ മെജോറിറ്റി കിട്ടിയില്ലല്ലോ. അപ്പോൾ തിരിച്ചത് കോൺഗ്രസ് എന്ന് വയ്ക്കുക. അവരുടെ മുന്നണിയാണ്, UPA മുന്നണിയാണ് വന്നിരുന്നെങ്കിൽ വോട്ടിംഗ് മെഷീൻ നല്ലതായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടല്ലേ 19 പേര് പോയത്. കർണാടക ഭരിക്കുന്നത്, ഇതൊക്കെ ഭരിക്കുന്നത് ഇത് വെച്ചിട്ടല്ലേ. അപ്പോൾ തമിഴ്നാട് സ്റ്റാലിൻ ഭരിക്കുന്ന വോട്ടിംഗ് മെഷീൻ വെച്ചിട്ടല്ലേ. അപ്പോൾ അതല്ല, അതൊരു ഒരു ആരോപണത്തിന് വേണ്ടി ഒരു ആരോപണം പറയുന്നതാണ് മഹാരാഷ്ട്ര. അത് ഒരു സുഖമുള്ള കാര്യമല്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞ കാര്യമാണ്. സുപ്രീം കോടതി വരെ തള്ളി, അതിനകത്ത് കാര്യമില്ല. അപ്പോൾ അതിന് ഉമർ അബ്ദുള്ള പറഞ്ഞിരിക്കുന്നതാണ് കറക്റ്റ്. നമ്മുടെ കാശ്മീരി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കറക്റ്റ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഗ്രൂപ്പ് ജനാധിപത്യം എന്ന ഗ്രൂപ്പ് തല്ലല്ല. അവരെപ്പോഴും പറയും ഞങ്ങൾ ജനാധിപത്യ പാർട്ടി എന്ന് പറയും. ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? തമ്മിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, കൊച്ചു ആളുകൾ, അവർക്ക് പറ്റുന്ന ആളുകളെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പെടാത്ത നേതാക്കൾക്ക് ആർക്കും വളരാൻ പറ്റാത്ത രീതിയിൽ വലിയ ഒരു സിംഗിൾ ആർമിയുടെ കീഴിൽ മറ്റുള്ളവർ അനുസരിക്കാത്ത രീതിയിൽ നിൽക്കുന്നതല്ല. മറ്റേത് നെഹ്റു എന്ന് പറഞ്ഞാൽ നെഹ്റുവാണ് കോൺഗ്രസ്. പിന്നെ ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ കൂടെ നിൽക്കും. ഓരോ കാലഘട്ടത്തിൽ ആരാണോ AICC പിന്നെ സമ്മേളനം ചേർന്ന് ഏതൊരു നേതാവായി പലരും ചേർന്ന്, പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, പലരും വന്നല്ലോ. ആരാണ് നേതാവായി വരുന്നത് അവരുടെ കീഴിൽ ബാക്കിയുള്ളവർ അണിയായിട്ട് നിൽക്കും. ഇതിപ്പം ആകില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ ഉണ്ടെങ്കിലും പിന്നെ വേറെ കുറേ സംവിധാനങ്ങൾ, ഓരോ സ്റ്റേറ്റിലും നേതാക്കളുണ്ടെങ്കിലും ഉപസംവിധാനങ്ങൾ, ഉപഗ്രൂപ്പുകൾ, ഇങ്ങനെ പോവുകയാണ്. ഈ ദേശീയ നേതൃത്വത്തെക്കാൾ ശക്തരായിരുന്നു സംസ്ഥാന വലിയ നേതാക്കളുണ്ടായിരുന്നല്ലോ, വലിയ നേതാക്കളായിരുന്നു. ഇത് അവരായിരുന്നു അധികാരവും ദേശീയ നേതൃത്വത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ നിന്ന് അതനുസരിച്ച് ആര് വരികയും ചെയ്തില്ല. അവർ ശരത് പവാറിനെയൊക്കെ AICCയുടെ പ്രസിഡന്റ് ആക്കണമായിരുന്നു. അത് കഴിഞ്ഞ് പോയി ശരത് പവാർ പോയി കോൺഗ്രസ് ഉണ്ടാക്കിപ്പോയി. പ്രണബ് മുഖർജിയൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺഗ്രസിന് എടുത്തു കാണിക്കാൻ കഴിയുന്ന വലിയ നേതാവായിരുന്നു പ്രണബ് മുഖർജി. പക്ഷേ അദ്ദേഹത്തിന് വേറെ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ വലിയ വലിയ നേതാക്കൾ, മണിശങ്കർ അയ്യർ, അങ്ങനെ വലിയ വലിയ നേതാക്കൾ വന്നിട്ടുണ്ട്. ഗുലാം നബി ആസാദ്,
വലിയ വലിയ നേതാക്കൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ആ ഉയർന്നു വന്നവർക്കൊന്നും ഇപ്പോൾ മല്ലികാർക്കാർക്ക് ഒഴിച്ച് ബാക്കി ആർക്കും അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രായവും മറ്റ് സംവിധാനങ്ങളും കൊണ്ട് ഇദ്ദേഹം രാജ്യം മുഴുക്ക ഓടി നടന്ന് അദ്ദേഹത്തിന് സംഘടിപ്പിക്കാനും പറ്റുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതിന് EVM പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അത് വേറൊരു വിഷയമാണ്. അതിനെ ഇങ്ങനെ അത് നമുക്ക് ജയിക്കുമ്പോൾ കൊള്ളാം, നമ്മളില്ലെങ്കിൽ വേറെ മറ്റൊരാൾ ജയിക്കുമ്പോൾ അത് എന്തോ കുഴപ്പമാണെന്ന് പറയുന്ന രീതി ശരിയല്ല. ശരിയല്ലെങ്കിൽ അബ്ദുള്ള പറഞ്ഞാണ് കറക്റ്റ്, തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക, ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഇത് മെഷീനിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കാര്യം സുപ്രീം കോടതി വരെ തള്ളിക്കളഞ്ഞ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നത് ഒരു ന്യായമല്ല, അബ്ദുള്ള പറയുന്നതാണ് ന്യായം. സംഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ കോൺഗ്രസ് EMS കൊണ്ട് പറയുമായിരുന്നു, എപ്പോഴും പറയുമായിരുന്നു കോൺഗ്രസിനെ തളർത്തിയാൽ രാജ്യം രക്ഷപ്പെട്ടു എന്ന്. പക്ഷേ കോൺഗ്രസ് തളർന്നു. അപ്പോൾ വളർന്നു വന്നതാരാ? ഇടതുപക്ഷം അല്ല. ഇടതുപക്ഷം വരുമെന്നൊക്കെയാണ് EMS ധരിച്ചത്. EMSൻ്റെ കാൽക്കുലേഷൻ അവിടെ തെറ്റി. EMSൻ്റെ ആ പൊളിറ്റിക്കൽ ഫോർമുല ഇന്ത്യയിൽ തെറ്റിപ്പോയി. ഇടതുപക്ഷം കയറി വരും എന്ന് വിചാരിച്ചു ആ സ്പേസിൽ. പ്രത്യേകിച്ച് VP സിംഗ്, അതുപോലെ തന്നെ മറ്റേ ദേവഗൗഡയൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വെച്ചുള്ള ജനതാദളിൽ അവരെയൊക്കെ വെച്ചുള്ള ഐക്യ മുന്നണി ഉണ്ടാക്കി അതിൻ്റെ ലീഡർഷിപ്പിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് CPM കൺട്രോൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ആ ഗ്യാപ്പ് കൃത്യമായി ആര് പരിഗണിച്ചു? BJP കൃത്യമായ ജനങ്ങൾ അവർക്ക് മാൻഡേറ്റ് കൊടുത്തു. മാത്രമല്ല അവർ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റിൽ ഭരിക്കുന്നു, അവരെ എഴുത്തള്ളാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പക്ഷേ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ വന്നില്ല എന്ന് വിചാരിക്കുക, അങ്ങനെ ഒരു സങ്കല്പമാണ് ഞാൻ പറയുന്നത്. വന്നില്ലെങ്കിൽ പോലും എഴുത്തള്ളാൻ പറ്റത്തില്ല BJP. ഇപ്പോൾ രാജ്യത്തെ 2 സീറ്റിൽ നിന്നാണ് അവർ കയറി വന്നത്. 2 സീറ്റിൽ നിന്നാണ് അവർ. അദ്വാനി രഥയാത്ര നടത്തുമ്പോൾ കാശ്മീരിൽ നിന്ന്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലെ രഥയാത്ര നടത്തുമ്പോൾ അവർ 2 സീറ്റേ ഉള്ളവർക്ക്. ആ 2 സീറ്റിൽ നിന്നാണ് അവരിന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായി എത്ര സ്റ്റേറ്റിൽ അവർ ഭരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഗ്യാപ്പ് കോൺഗ്രസ് തളർന്ന ഗ്യാപ്പ് തന്നെയാണ്. അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും കോൺഗ്രസ് അത് മനസ്സിലാക്കുന്നില്ല എന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. അവരിപ്പോഴും മനസ്സിലാക്കി അതിനകത്തുള്ള അടിസ്ഥാനപരമായ സംഘടന ഉണ്ടാക്കി സംഘടന വളർത്തിക്കൊണ്ടുവരണമെന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. അതാണ് വേണ്ടത്. അതിനുവരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ മണ്ടയിൽ പിടിച്ചതുകൊണ്ട് കാര്യമില്ല. അത് അതിൻ്റെ വഴിക്ക് പോവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പല തെരഞ്ഞെടുപ്പിൽ വന്നല്ലോ. ഹരിയാനയോടൊപ്പം തെരഞ്ഞെടുപ്പ് നടന്നതാണ് ജമ്മു കാശ്മീരിൽ. അവിടെ പ്രാദേശിക പാർട്ടിയാണ് മത്സരിച്ച് അവർ വിജയിക്കുന്നു. ഹരിയാനയിൽ BJP വിജയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മഹാരാഷ്ട്രയോടൊപ്പം നടന്ന മറ്റൊരു തെരഞ്ഞെടുപ്പുണ്ട്, ജാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും പ്രാദേശിക പാർട്ടിയാണ്, ആ പാർട്ടി വിജയിക്കുന്നു. അപ്പോൾ കോൺഗ്രസും BJPയും തമ്മിൽ മത്സരിക്കുമ്പോൾ BJP വിജയിക്കുന്നു. അത് ഈ കോൺഗ്രസിന്റെ കഴിവുകേടല്ലേ? അതാ ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ ഒരു വലിയ ദൗർബല്യത്തിലാണ്. അവർ പുതിയ നേതാക്കളെ വളർത്തി കൊണ്ടുവന്ന ആ നേതാവിൻ്റെ കീഴിൽ അവർ നിൽക്കുന്നില്ല. നമ്മൾ കേരളത്തിൽ തന്നെ കാണുന്നില്ല. അപ്പോൾ സംഘടനാപരമായി അവരിപ്പോഴും ഒരു ശക്തിയിലേക്ക് വന്നിട്ടില്ല. അതിനകത്ത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പോരാ. അതല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. സംഘടനയ്ക്കകത്ത് കിട്ടുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു പാർട്ടിക്കകത്ത് ഞാനൊരു നേതാവും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആളുകൾ, വേറെ നേതാവും അതിൻ്റെ കൂടെ കുറച്ച് ആളുകൾ. അപ്പോൾ ഈ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പുറത്ത് ചാടും, അപ്പുറത്ത് ചാടും. അപ്പോൾ അങ്ങനെ ഇപ്പം തന്നെ എന്തൊരു വിശാലായി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച കൊണ്ട് പത്രത്തിലൊരു വാർത്ത വരുന്നുണ്ട്, പഴയ വിശാലായി ഗ്രൂപ്പ് പുനർജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു നല്ല നിലപാടല്ല എടുക്കേണ്ടത്. കോൺഗ്രസ് സംഘടനാപരമായി തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ ഒറ്റ പാർട്ടി പാടില്ലല്ലോ. ഒറ്റ പാർട്ടി മതി, ബാക്കി ആരും വേണ്ടെന്ന് പറയാൻ പാടില്ല. പ്രാദേശിക പാർട്ടികൾ ഒരുപാട് വളർന്നു വരുന്നത് നല്ലതല്ല. ദേശീയ പാർട്ടികൾ തന്നെയാണ് രാജ്യത്തിന് ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിലും ഇപ്പോൾ ആ സ്പേസിലേക്ക് AAP വളർന്നു വരാൻ AAP സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് ആര് കളഞ്ഞു കുളിച്ചു? ആം ആദ്മിയുടെ നേതാവ് കളഞ്ഞു കുളിച്ചു. അദ്ദേഹത്തിന് പ്രായോഗിക പരിജ്ഞാനം ഇല്ലാതായിപ്പോയി. അദ്ദേഹം ഒരു 10 വർഷമോ 20 വർഷമോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ് ഡൽഹി പിടിച്ചിരുന്നെങ്കിൽ വേറൊരു കെജ്രിവാൾ ആവുമായിരുന്നു. ഇതിപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ അങ്ങനെ പിടിക്കാൻ പറ്റില്ല. കാര്യം ഒരു ഗ്രാഫ് ഹരിയാനയിലൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇപ്പോൾ ഹരിയാനയിൽ പിടിക്കുമെന്നൊക്കെ പറഞ്ഞ പുള്ളി കുറേ സീറ്റ് പിടിക്കേണ്ടിയിരുന്നു. ഈ സീറ്റ് ഇനിയിപ്പോൾ ഡൽഹിയിൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് വരെയല്ലോ ആയാലോ, ഡൽഹി തന്നെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പുള്ളിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രഫുല്ലകുമാർ മൊഹന്ത ഇതുപോലെ ആസാമിൽ കയറി വന്നായിരുന്നു. ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഭയങ്കരമായി ഇന്ത്യക്ക് പ്രതീക്ഷ കൊടുത്ത ആ വടക്കൻ മേഖലകൾക്ക് പ്രതീക്ഷ കൊടുത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു പ്രഫുല്ലകുമാർ മൊഹന്ത. അപ്പോൾ നമ്മുടെ ആസാം പ്രാദേശിക പാർട്ടിയായിട്ട് കയറി വന്നത്. അതുപോലെ ഇതൊരു പ്രാദേശിക പാർട്ടിയായിട്ട് നിൽക്കത്തേ ഉള്ളൂ. ചിലപ്പോൾ ഒന്നേരണ്ടോ ഒരു ഡൽഹി ചിലപ്പോൾ പിടിച്ചാലും ഒന്നേരണ്ടോ സ്റ്റേറ്റിൽ കുറച്ച് സീറ്റുകൾ എന്തെങ്കിലുമൊക്കെ. പഞ്ചാബും പക്ഷേ വ്യത്യസ്തമായ ഭരണമൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. വളരെ വ്യത്യസ്തമായ ഭരണമൊന്നും AAPയുടെ ഭാഗത്ത് ഡൽഹിയിലുള്ള അത്ര പോലും കാണുന്നില്ല. ഡൽഹിയിൽ കുറേ ക്രമസമാധാന പ്രശ്നം രൂക്ഷമായി. മാത്രമല്ല ഡൽഹിയിലുള്ള അത്ര പോലും ജനസേവനം നടക്കുന്നതായിട്ട്, ജനക്ഷേമ പ്രവർത്തനം നടക്കുന്നതായിട്ട് കാണുന്നില്ല. ഡൽഹിയിൽ കുറേ വൈദ്യുതി ഫ്രീ കൊടുത്തു, വെള്ളം ഫ്രീ കൊടുത്തു, കുറേ കാര്യങ്ങൾ പുള്ളി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത്ര പോലും ചെയ്യാൻ അവിടെ സംഭവിക്കുന്നില്ല പഞ്ചാബിൽ. അതുകൊണ്ട് പഞ്ചാബിന് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് AAPയുടെ കാര്യം എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് വളർന്നു വരുന്നില്ല.
അതൊരു വലിയ പ്രശ്നമാണ് ഇന്ത്യയിൽ. അവിടെ കോൺഗ്രസിന് ഇപ്പോഴും സ്പേസ് ഉണ്ട്. കോൺഗ്രസിന് ഇന്ത്യയിൽ സ്പേസ് ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വികാരം ആളുകളെ മനസ്സിൽ കിടപ്പുണ്ട് കോൺഗ്രസിൻ്റെ. ആ സ്പേസ് ഉണ്ട്, അതവർ മുതലാക്കുക എന്നുള്ളതാണ്. അതിന് EVM കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു സംഘടനയെ നോക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട, ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട പ്രധാന ജോലി.